ഒരു തെറ്റായിട്ട് ഞാൻ വിചാരിക്കുന്നത്, അദ്ദേഹം അവസാന കാലത്ത് അദ്ദേഹത്തെ അപ്പോഴും ഈ ലൈംഗികാസക്തി തനിക്ക് കൂടുതലാണ് എന്നുള്ള കുറ്റബോധം കൊണ്ട് അദ്ദേഹത്തെ നിരന്തരം വേട്ടയാടുന്ന ഈ കുറ്റബോധം, അതുകൊണ്ട് അദ്ദേഹം ഒരു പരീക്ഷണം നടത്തി. മനു ഗാന്ധി, ആഭാ ഗാന്ധി എന്ന് രണ്ട് പേരാണ് അദ്ദേഹത്തിൻ്റെ ഊന്നുവടികൾ എന്ന് പറയുന്നത്. രണ്ടും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാണ്. മനു ഗാന്ധി ഗാന്ധിയുടെ കസിൻ്റെ പേരക്കുട്ടിയാണ്. ആഭാ ഗാന്ധി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കസിൻ്റെ മകൻ്റെ ഭാര്യയാണ്. കനു ഗാന്ധി എന്നുള്ള ഫോട്ടോഗ്രാഫർ, ഇപ്പോൾ നമ്മൾ കാണുന്ന ഗാന്ധിയുടെ പ്രധാനപ്പെട്ട പല ഫോട്ടോസ് എടുത്ത ആളാണ് കനു ഗാന്ധി. കനു ഗാന്ധിയുടെ ഭാര്യയാണ് ആഭ. അവൾ ഗാന്ധി കുടുംബത്തിൽപ്പെട്ട ആളല്ല. കനു ഗാന്ധി കല്യാണം കഴിച്ചുകൊണ്ടാണോ ആഭാ ഗാന്ധി ആയത്. അവരെ വെച്ച് അദ്ദേഹം ഒരു പരീക്ഷണം നടത്തി. എന്താ പരീക്ഷണം? പൂർണ്ണ നഗ്നരായിട്ട് അവർ തൻ്റെ ഇടത്തും വലത്തും കിടക്കുക, താൻ നഗ്നനായിട്ട് അവർ നടുവ് കിടക്കുക. എന്നിട്ട് തൻ്റെ ലൈംഗികത ഉണരുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുകയാണ്. അപ്പം അതിൻ്റെ പ്രശ്നം, ഈ പെൺകുട്ടികളുടെ മനസ്സെന്താണ്, അവർ നേരിടുന്ന കഷ്ടം എന്താണ് എന്ന് ഗാന്ധി ആലോചിച്ചോ? ഇല്ല. ഈ ചെയ്തത് ശരിയാണോ? ശരിയല്ല. തെറ്റല്ലേ? തെറ്റാണ്. അപ്പോൾ ഇതിനെതിരായിട്ട് അന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ദേവദാസ് സംസാരിക്കുന്നുണ്ട്, നെഹ്റു സംസാരിക്കുന്നുണ്ട്, പലരും സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടുതൽ ശിഷ്യന്മാർ പലരും അദ്ദേഹത്തിൻ്റെ ആശ്രമം വിട്ടു പോകുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗാന്ധി നിർത്തി. അപ്പോൾ ഇങ്ങനെ ഗാന്ധിയുടെ കുടുംബജീവിതം സാമാന്യമായി പ്രക്ഷുബ്ധമാണ്. അതിൽ ആളുകൾ ധരിക്കുന്ന മാതിരി അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ ശത്രുവായിരുന്നെന്നോ എല്ലാ മക്കളും അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായിരുന്നെന്നോ പറയുന്നത് ചരിത്രത്തിന് നിരക്കുന്നതല്ല. ഞാൻ ആവർത്തിക്കുകയാണ്, അദ്ദേഹത്തിന് തെറ്റുപറ്റിയിട്ടുണ്ട്. എല്ലാ മനുഷ്യർക്കും തെറ്റുപറ്റും. ഇതൊന്നും മാതൃകാപരമായ കാര്യങ്ങളല്ല. ഡോക്ടർ എം ലീലാവതി വളരെ പ്രസക്തമായൊരു ചോദ്യം ചോദിച്ചിരുന്നു. ഈ തരത്തിലൊരു പരീക്ഷണം, പൂർണ്ണ നഗ്നയായി താൻ നടുവിൽ കിടക്കുക, രണ്ട് ഭാഗത്തും രണ്ട് ചെറുപ്പക്കാർ നഗ്നരായിട്ട് കിടക്കുക, അങ്ങനൊരു പരീക്ഷണം കസ്തൂർബ നടത്തിയാൽ നിങ്ങൾ സമ്മതിക്കുമോ? ആണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം അത്.